ഈ അറേ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചോദിക്കും. നിങ്ങൾ വല്ല ഫിനാൻഷ്യൽ ഇഷ്യൂ അനുഭവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട് ഈ വീഡിയോക്കകത്ത്. IT ഫീൽഡിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. പ്രോട്ടോടൈപ്പിലെ ഫ്യൂമിഗേഷൻ മാറ്റി ഫൗണ്ടേഷൻ ആക്കി എന്ന് ഞാൻ കേട്ട്. അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ പ്രോട്ടോടൈപ്പ് പഠിക്കായിക്കോട്ടെ, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കായിക്കോട്ടെ, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കായിക്കോട്ടെ, എങ്ങനെ പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് C പ്രോഗ്രാം വെച്ചാണ്. അങ്ങനെ C പ്രോഗ്രാം വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണം, ഏതെല്ലാം ട്യൂട്ടോറിയൽസ് കാണണം എന്നുള്ള കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോ. അതിനു മുമ്പ് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അഡ്രസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ജോലി കിട്ടിയത് മുതൽ കഴിഞ്ഞ 1.25 വർഷമായിട്ട് എനിക്ക് വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് പ്രോട്ടോടൈപ്പുമായി ബന്ധപ്പെട്ടതാണ്, അതായത് പ്രോട്ടോടൈപ്പിലെ ഫ്യൂമിഗേഷൻ എങ്ങനെ പാസ്സാവാം. ഈ അടുത്താണ് ഞാൻ ഫൗണ്ടേഷൻ തുടങ്ങിയതായിട്ട് കേൾക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഏറെക്കുറെ ഇത് തന്നെ ആയിരിക്കും സിലബസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. ബിക്കോസ് നമ്മൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു C പ്രോഗ്രാം വെച്ചാണ് നമ്മളെ കോഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത് എന്നോട് നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് IT ഫീൽഡിൽ ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ ജോലി കിട്ടും, പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടോടൈപ്പിൽ കംപ്ലീറ്റ് എത്ര എക്സ്പെൻസ് ആയി ബ്രോക്ക്. ഈ ഒരു കാര്യം നമുക്ക് മറ്റൊരു വീഡിയോയിൽ അഡ്രസ് ചെയ്യാം. ഏതായാലും ഫസ്റ്റ് കാര്യം ഞാൻ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എവിടെ പഠിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുക, എന്തും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെ പഠിച്ചു തുടങ്ങണം. സോ യു മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് C പ്രോഗ്രാം. എന്തുകൊണ്ട് C പ്രോഗ്രാം അത് പറഞ്ഞുതരാം. ഒട്ടുമിക്ക കോഡിംഗ് ലാംഗ്വേജും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ C പ്രോഗ്രാമിന്റെ കോൺസെപ്റ്റ് വെച്ചാണ്. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോജിക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ C പ്രോഗ്രാമാണ്. C പ്രോഗ്രാമിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ലോജിക്ക് ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ യു. ഏതൊക്കെ പോകാനും ഈസി ആയിരിക്കും. സോ C പ്രോഗ്രാമിൽ വർക്ക്ഔട്ട് ചെയ്യാനും പഠിക്കാനും വേണ്ടി നിങ്ങൾ കാണേണ്ട ട്യൂട്ടോറിയൽസ് എന്തൊക്കെയാണ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു. വീഡിയോ അധികം നമ്മൾ നീട്ടിക്കൊണ്ടൊന്നുമില്ല, നേരെ പോയിന്റ്സിലേക്ക് എടുക്കുകയാണ്. അപ്പൊ C പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് 3 കാര്യങ്ങളാക്കി ഞാൻ ഇതിനെ തിരിച്ചു തരാം. നമ്പർ 1 എന്ന് പറയുന്നത് Cക്ക് അകത്തുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ്. നമ്പർ 2 എന്ന് പറയുന്നത് അറേ ആണ്. നമ്പർ 3 എന്ന് പറയുന്നത് പാറ്റേൺ ആണ്. ഇപ്പൊ നിങ്ങൾ പ്രോട്ടോടൈപ്പ് പോവുകയാണെങ്കിൽ മിക്കവാറും ഈ അറേ പാറ്റേൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇനി നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ അറേ എന്നുള്ള കാര്യം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഫ്യൂച്ചറിൽ ഈവൻ 2 years എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, 3 year എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അറേന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് ചിലപ്പോൾ 1 ക്വസ്റ്റ്യൻ ആകാം, 2 ക്വസ്റ്റ്യൻ ആകാം. ഇനി ഇതിനൊരു സ്ഥിരം പാറ്റേൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ലൈഫിൽ കോഡിംഗ് ജേർണി ബിഗിൻ ചെയ്തപ്പോൾ പഠിച്ചു വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഇതായിരിക്കും എനിക്ക് പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ ഉണ്ടാവുക. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കേസ് വന്നെന്ന് വിചാരിക്കാം, ആ സമയത്ത് എന്റെ ഓർമ്മയിലേക്ക് ആദ്യം വരെ ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 20ഓളം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് തന്നെ ആയിരിക്കും മറിച്ചും തിരിച്ചും ചോദിക്കുക. 1-2 ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ കണ്ടെത്തണം. സോ അതിന്റെ മുന്നേ ഏതൊക്കെ ട്യൂട്ടോറിയൽസ് കാണുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നും കൂടി ഞാൻ പറയാണ്, എന്തുകൊണ്ടാണ് ഈ അറേ ചോദിക്കുന്നത്. ബിക്കോസ് എല്ലാ ഡെവലപ്പേഴ്സും അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപോലെയാണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക. സോ അവർക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവുക ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ഈ C പ്രോഗ്രാമിനകത്തുള്ള ബേസിക് കോൺസെപ്റ്റ്സ്, അതായത് പോയിന്റർ എന്ന് പറഞ്ഞ പാർട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും നിങ്ങൾ പോകണ്ട. അതിന് തൊട്ടു മുമ്പുള്ള കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അത്തരം കോൺസെപ്റ്റ്സിലാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അതിന്റെ ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇനി വരാൻ പോകുന്ന അറേയിലും പാറ്റേണിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഫോർ ലൂപ്പ്, വൈല്, ഡു വൈല്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇത്തരം കാര്യങ്ങൾ, ആ ബേസിക് കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കുക. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന അറേ അതുപോലെ നമ്മുടെ പാറ്റേണും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്ത മെയിൻ ടെലഗ്രാം പേജ് അല്ല, അതല്ലാതെ ചെറിയൊരു ടെലഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ 2 എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് C പ്രോഗ്രാമിലേക്ക് പ്രിപ്പയർ ചെയ്യാം. സോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്തത് ഭയങ്കര രസകരമായിട്ട് പുള്ളി കാര്യങ്ങളും കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പിന്റെ 100K കോഡിംഗ് ചലഞ്ച് ഉണ്ട്, അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ കണ്ടേക്കുന്നത് 100K കോഡിംഗ് ചലഞ്ച് അത് കുറച്ച് അട്രാക്റ്റീവ് ആണ്. അതായത് നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രസകരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. മറ്റത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നേരെ പോയിന്റ്സ് പറഞ്ഞിട്ട് പോവാണ്. ഇതിൽ കുറച്ചും കൂടി കണ്ടന്റ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അറേയിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷിലാണ് ഏറ്റവും ബെറ്റർ ലെക്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ജെന്നീസ് ലെക്ചർ ഉണ്ട്, അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒത്തിരി നല്ല രീതിയിൽ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും.
ഇനി അതുകൂടാതെ CSC ഗുരൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഹിന്ദിയിലാണെന്ന് തോന്നുന്നു, ഞാൻ അത് റെഫർ ചെയ്തിട്ടില്ല, പക്ഷെ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഊപ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് വരികയാണ്. സോ ബേസിക്കലി ഞാൻ പറയട്ടെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ ഇനി പ്രോട്ടോടൈപ്പിന്റെ ഫ്യൂമിഗേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഊപ്സ് ഉണ്ടാവുമല്ലോ. സോ ആ ഊപ്സ് എന്ന് പറയുന്ന പല ആളുകൾക്കും ചില മിസ്കോൺസെപ്റ്റ് ഉണ്ട്. ജാവയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ജാവയിൽ നിങ്ങൾ ഊപ്സ് കോൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. അങ്ങനെയാണ് ചില ആളുകൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു വരുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അതല്ല ഉദ്ദേശിക്കുന്നത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് നിങ്ങൾ ജാവ ലാംഗ്വേജിൽ പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. സോ ഊപ്സിൽ കുറേ കോൺസെപ്റ്റുകൾ ഉണ്ട്. ഈ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് മലയാളത്തിലൊരു ചാനൽ എന്ന് പറയുന്നത് നിഗിൻ SK. പുള്ളിയുടെ ചാനൽ അടിപൊളിയാണ്. അതിനകത്ത് ഒരു വലിയ പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷെ അതിനകത്ത് 10-25ഓളം വീഡിയോസ് ഇമ്പോർട്ടന്റ് ഉള്ളൂ. അത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ചെങ്കിലും എഫേർട്ട് ഇടുക. ഇനി അതിന്റെ ഷോർട്ട് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് വെക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഷോർട്ട് നോട്ടും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെ വീഡിയോസ് ആണ് വാച്ച് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ് പാറ്റേൺ. പൊതുവെ ഇന്റർവ്യൂക്ക് ഇന്ന് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ചില ആളുകൾ റയറായിട്ട് ചില ആളുകൾ പാറ്റേൺസ് ചോദിക്കാറുണ്ട്. അപ്പൊ പാറ്റേൺസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതും നല്ലൊരു കാര്യമാണ്. ഇനി പ്രോട്ടോടൈപ്പ് പോവുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. ഇനി അല്ലാതെ നിങ്ങൾ പഠിച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റേൺസും കൂടി വർക്ക്ഔട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. നിങ്ങൾക്ക് ലോജിക്ക് ബിൽഡ് ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും ആ കാര്യം. സോ അവിടെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന 2 ചാനൽസ് ഞാൻ സജസ്റ്റ് ചെയ്തുതരാം. ഒന്നെന്ന് പറയുന്നത് കോഡിംഗ് ഗൈഡ് ലൈൻസ്, തമിഴിലാണ്. അതായത് മലയാളത്തിൽ ഞാൻ നല്ലൊരു ട്യൂട്ടോറിയൽ പോലും അതിൽ കണ്ടിട്ടില്ല, ഇനി ആരെങ്കിലൊക്കെ ചെയ്തിട്ട് വേണം. സോ ആ തമിഴിലുള്ള ആ ചാനൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. രണ്ടാമത് ഒരു ഹിന്ദിക്കാരുടെ ചാനലുണ്ട്. അവന് ഇംഗ്ലീഷിലാണ് ആ വീഡിയോ ചെയ്ത്, ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ാണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, ഐ ഡിഡ്ന്റ് റിമെമ്പർ. എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി റെഫർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ കാര്യമാണ്. കുണാൽ കുഷ്വ അങ്ങനെ എന്തോ ആണ് അവന്റെ പേര്. ഇത്രയും ചാനൽസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേണിൽ നല്ല ഒരു ഐഡിയ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കാൻ തീരുമാനിച്ച ആളായിക്കോട്ടെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് C പ്രോഗ്രാമിലാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. സോ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഇനി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം, അതൊക്കെ സേവ് ചെയ്ത് വെക്കണം. പക്ഷേ അതായത് സിസ്റ്റത്തിൽ അത് സേവ് ചെയ്ത് വെക്കണം. അതിന്റെ കൂടെ നോട്ടും കൂടി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നോട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ഇന്റർവ്യൂ വരുന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് ബോധം വരിക. അന്നായിരിക്കും നിങ്ങൾ ആ ഒരു ഷോർട്ട് നോട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ചില ആളുകൾ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, എനിക്കും അതേ സിറ്റുവേഷനിലൂടെ പോയ ആളാണ് ഞാൻ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിരന്തരം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പോയി ലാപ്പിൽ നിങ്ങൾ നേരെ കോഡ് ചെയ്യല്ല, പേപ്പറും പെന്നും എടുത്തിട്ട് ആ ലൂപ്പിലൂടെ ഇങ്ങനെ പോയി വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. 2-3 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ ചില കിട്ടാത്ത കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അത് ക്ലിയർ ആവും. അങ്ങനെ ഇങ്ങനെ റെഡി ആയി വരും. ഇനി നിരന്തരം എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2-3 ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 10-20 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അത് മാറി മാറി ചോദിക്കും. ഒന്ന് വേണം പറഞ്ഞുതരാം, സെക്കൻഡ് ലാർജസ്റ്റ്. ഓക്കെ, ഇത് എല്ലാ ഇന്റർവ്യൂക്കും, ഈവൻ എൻ്റെ ഒരു സീനിയർ ഉണ്ട്, 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള പുള്ളിയോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തേർഡ് ലാർജസ്റ്റ് ആണ്. ഒന്നുമില്ല, സെക്കൻഡ് ലാർജസ്റ്റ് അറിയാമെങ്കിൽ തേർഡ് ലാർജസ്റ്റ് നമുക്ക് സുഖമായിട്ട് കാണാവുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ചിട്ടാണ് ഇനീഷ്യലി ആ ഡെവലപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചത്. അവർ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ഇന്റർവ്യൂക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആ ഒരു കാര്യമാണ് അവർക്ക് ഓർമ്മ ഉണ്ടാവുക. സോ അതാണ് അവർ പെട്ടെന്ന് ചോദിക്കുക, പ്രത്യേകിച്ച് ഇത്തരം കോഡിംഗ് ഇന്റർവ്യൂ ടെസ്റ്റുകളിലൊക്കെ. ഇതുപോലെ നിങ്ങൾക്ക് പ്രൈം നമ്പർ കാണുക, അല്ലെങ്കിൽ ഓഡ് ഈവൻ, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു 10-20 ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നിങ്ങൾ കോഡിംഗ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡെയിലി ഞാൻ പറയും കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് ഇത് വീണ്ടും വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ സെറ്റാക്കി കൊണ്ടുവരിക. മേ ബി ആ ഒരു കോൺസെപ്റ്റോ ലോജിക്കോ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും കൂടി മുൻകരുതിയിട്ട് നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ ജേർണിയിൽ ഒരു 10-20 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലീഡ് കോഡിലേക്കോ അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് പോകാവുന്നതാണ്. സോ ഇനിയും നിങ്ങൾ താമസിച്ച് നിൽക്കേണ്ട, ഇപ്പം തുടങ്ങിക്കോളുക. ഇനി നിങ്ങൾക്ക് സമയമില്ല അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 അവേഴ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിക്കോളുക. നാളെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ചെയ്യത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇനി ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഫിനാൻഷ്യലി വല്ല സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കറൻ്റ്ലി ഭയങ്കര ബിസിയാണ്. സോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്.
അതായത് ഒത്തിരി പേര് വന്നിട്ട് ഒരു വഴിയില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളെല്ലാവരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ ശ്രദ്ധിക്കാനോ പറ്റത്തില്ല. ബട്ട് നിങ്ങളിൽ ഭാഗ്യമുള്ള ആർക്കെങ്കിലൊക്കെ ആ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒരു ഫോം വെച്ചേക്കാം. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തോ. എല്ലാവരെയും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂല, പക്ഷേ ഐ വിൽ ട്രൈ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതിനകത്ത് നമ്മൾ ഫിനാൻഷ്യൽ ഇഷ്യൂ എന്നുള്ള ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഒട്ടുമിക്ക ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്, ഫീസിന്റെ ഇഷ്യൂ ആണ്, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. എന്താണ് ആ റീസൺ? കുറേ ആളുകൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് വരാറുണ്ട്. സോ അവിടെ അതായത് ഹെൽപ്പ് ചെയ്യോ, പറഞ്ഞു തരുമോ, പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൂടി പരിഗണിക്കാൻ നമുക്ക് പറ്റൂല. ഫോം ഫില്ല് ചെയ്യുന്ന അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ആളുകളെ സെലക്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം, നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇവന്റ് നടത്തുന്നു പറഞ്ഞിരുന്നു. അതായത് 2025, നിങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല, 2025 മാർച്ചിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇവന്റ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. നമ്മളെ ഒരു 2-3 മണിക്കൂർ ലോങ് ചെയ്യുന്ന ഒരു ഗൂഗിൾ മീറ്റിലോ മറ്റോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവന്റ്. നമ്മളും നമ്മളെ ഫ്രണ്ട്സും ഒക്കെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഫേസ് ചെയ്തത്, പഠിക്കാനും ജോബ് കിട്ടാനും ഇത്തരം കാര്യങ്ങൾ ഉള്ള ഒരു സെഷൻ. സോ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, +2 പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. സോ അവർ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് അതൊന്ന് ഏപ്രിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവോ, ബിക്കോസ് അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ രീതിയിൽ അവരും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഏപ്രിലിലേക്ക് അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഒത്തിരി പേര് 30-35-40ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരോട് പറയാണ്, ഇനി ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും പെയ്ഡ് അല്ല കേട്ടോ, ഒക്കെ ഫ്രീ ആണ്, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആ ഒരു ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 ഫോമുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് റൈറ്റ് നൗ. നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കല്ല, ഇപ്പം തന്നെ തുടങ്ങുക. ആൻഡ് നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഞാൻ ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയ അതേ മനസ്സ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഒത്തിരി സ്നേഹവും ഒത്തിരി ഇഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.